അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുന്ന ദൈവവശ്യം പോലെയുള്ള ആവാഹനം പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആറ്റിന്റെ തീരത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ കർമ്മമാണ് ഇവിടെ ചെയ്തത്. കാരണം പറയാവുന്നതാണെങ്കിൽ പറയാം. രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഇവിടെ കർമ്മം ചെയ്യുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയെ സഹായിക്കാൻ ഒരു ആത്മാവിൻ്റെ രൂപത്തിൽ ആ നക്ഷത്രത്തിലുള്ള ആ പെൺകുട്ടി ആത്മാവ് സഹായിക്കാനായിട്ട് തയ്യാറാവണം. പ്രണയബന്ധങ്ങൾ അത് പുനഃസ്ഥാപിക്കാനും അല്ലെങ്കിൽ പ്രണയബന്ധത്തെ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ വശ്യമാർഗത്തിലൂടെ സഹായിക്കാം. ഒരു ആത്മാവിന് അപ്പുറത്തെ വീട്ടിലെ വീട്ടമ്മയോട് പ്രണയം അത് വീട്ടുകാരറിയാതാണ്. വീട്ടുകാരറിഞ്ഞിട്ടില്ല. കാശിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല. എല്ലിന്റെ പൊടി, രക്തം, അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ അഷഡ് കർമ്മങ്ങളല്ലേ. അങ്ങനെ അത് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നു. 2-3 ബാധ അവരുടെ ദേഹത്തുണ്ടായിരുന്നു. ആദ്യം ഒരു ബാധ അദ്ദേഹം ഒഴിപ്പിച്ചു. വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. ഈ പ്രണയം എന്ന് പറയുന്നത് ഏത് ഭാഗത്തുനിന്ന് വരും. 70 വയസ്സായ അമ്മമാർ വരെ വിളിക്കാറുണ്ട്. പല ആൾക്കാരുടെ ഭാര്യമാരെയൊക്കെ മോഹിച്ചൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമസ്കാരം. വശ്യം, ആവാഹനം തുടങ്ങിയ കർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോകൾ അബാക് മീഡിയയിലൂടെ ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ നവമാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്റർ പിന്നാലെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്തെത്തിയത്. പ്രണയബന്ധങ്ങൾ അത് പുനഃസ്ഥാപിക്കാനും അല്ലെങ്കിൽ പ്രണയബന്ധത്തെ തുടർന്നുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ വശ്യമാർഗത്തിലൂടെ സഹായിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അനീഷ് ചോദിച്ചു. അനീഷേട്ടനാണ് അങ്ങനെ ഒരു പോസ്റ്റ് ചെയ്തത്. അങ്ങനെയാണ് അനീഷേട്ടനെ തിരക്കി ഇവിടെ എത്തിയത്. പക്ഷേ അനീഷേട്ടനെ തിരക്കി എത്തിയപ്പോൾ അതൊരു അദ്ദേഹം കർമ്മങ്ങൾ ചെയ്യുന്ന ദൈവവശ്യം പോലെയുള്ള ആവാഹനം പോലെയുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആറ്റിന്റെ തീരത്തുള്ളൊരു സ്ഥലമാണ്. സ്ഥലത്തിന്റെ ഐഡന്റിറ്റി പറയണ്ട, തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ്. തിരുവനന്തപുരത്തുള്ള സ്ഥലമാണ്. അവിടെയാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ വന്നൊരു കർമ്മം ചെയ്തു എന്ന് പറഞ്ഞു. അതെ അതെ. രാത്രി 2 മണി 1 മണി സമയത്താണ് വന്ന് ചെയ്തത്. എന്ത് കർമ്മമാണ് ഇവിടെ ചെയ്തത്? ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പേര് പറയുന്നില്ല. ഒരു പെൺകുട്ടി, അതായത് ഒരു മെഡിസിൻ പഠിക്കുന്ന ഒരു കുട്ടി. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു. അദ്ദേഹം പുള്ളിക്കാരിയെ പറ്റിച്ചിട്ട് പോയി. അപ്പോൾ ഒരുപാട് ആൾക്കാരെ വിളിച്ചു. അവസാന ഘട്ടത്തിൽ കരഞ്ഞുകൊണ്ട് ഒരു രാത്രി ഒരു പെൺകുട്ടി എന്നെ വിളിക്കുന്നു, ചേട്ടാ എന്നെ സഹായിക്കണം, എന്തെങ്കിലും ചെയ്യണം, ബാംഗ്ലൂരാണുള്ള കുട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൽ ഇപ്പോൾ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, വഴിപാടുകളും പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ പുള്ളിക്കാരിക്ക് പെട്ടെന്ന് തന്നെ കാര്യം നടക്കുകയും വേണം. അങ്ങനെ കുട്ടി വന്നു, വിളിച്ച് പിറ്റേ ദിവസം കുട്ടി വന്നു. അങ്ങനെയാണ് ഇവിടെ ആ ഒരു കർമ്മം നടക്കുന്നത്. ഇവിടെ എന്ത് കർമ്മമാണ് നമ്മൾ ചെയ്തത്? ഇവിടെ ഒരു സത്യം പറഞ്ഞാൽ ഒരു പറയണോ? പറയൂ. ആത്മാവിൻ്റെയാണ്. പറയട്ടെ? പറയാവുന്നതാണെങ്കിൽ പറയാം. ഓക്കെ, ശരി. അപ്പോൾ ഇവിടെ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു ആത്മാവിൻ്റെ കർമ്മമാണ് ഇവിടെ ചെയ്തത്. കാരണം കുട്ടിയെ സഹായിക്കാൻ ഒരു ആത്മാവിൻ്റെ രൂപത്തിൽ എത്തിയൊരു സാന്നിധ്യത്തിനെ വെച്ചിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കാരണം ഇവിടെ ഒട്ടനവധി ക്രിയകൾ ഇവിടെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷമാണ്. ഇവിടെ ആത്മാക്കൾ വരും. അതിൻ്റെ സമയവും അതിൻ്റെ തിഥിയൊക്കെ ഉണ്ട്. ആ ടൈമിൽ ഇവിടെ വന്നിരുന്ന് പൂജ ചെയ്താൽ കൃത്യമായിട്ട് നടക്കും. അപ്പോൾ ആ കുട്ടി പ്രണയത്തിന് സഹായിക്കാൻ ഒരു ആത്മാവിനെ കൂടെ വിട്ടു എന്നാണോ? കൂടെ ഉണ്ടായിരുന്നു. ആ കുട്ടി ഇവിടെ ഇരുന്ന സമയത്ത് ആ ആത്മാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ നിവേദ്യങ്ങളും കാര്യങ്ങളും പൂജകളും കുട്ടിയുടെ കൈ കൊണ്ട് ചെയ്ത് മധുര പലഹാരങ്ങളും അതിൻ്റെ കവറൊക്കെ ഇവിടെ ഉണ്ടാവും. അതിൻ്റെ സാധനം ഇതൊക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ഇപ്പോൾ മഴയൊക്കെ പെയ്ത് കുറച്ചൊക്കെ പോയി കാണും. അപ്പോൾ അതെല്ലാം കൊടുത്തു. കുട്ടിക്കൊരു 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ്റെ ഒരു റിപ്ലൈ വന്നു. ഇപ്പോൾ കുട്ടി കല്യാണത്തിൻ്റെ ഒരു ഇതിലോട്ട് അടുക്കുന്നു. ഫാമിലിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു പോകും. അവരുടെ വീട്ടിലോട്ട് കാര്യങ്ങളായിട്ട് ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം ഒരു 2 ആഴ്ച. ഓക്കെ. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രണയബന്ധം പുനഃസ്ഥാപിക്കാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വശ്യം ചെയ്യുന്നത് കേട്ടു. അപ്പോൾ ആത്മാവിനെ എങ്ങനെയാണ് അതിനെ കൂട്ടുപിടിക്കാൻ പറ്റുന്നത്? ആത്മാവിൻ്റെ സാന്നിധ്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ആത്മാവെന്ന് പറയുന്ന ഒരു അദൃശ്യമായിട്ടുള്ളൊരു ശക്തിയാണല്ലോ. നമ്മൾ മുറിയിലിരിക്കുമ്പോൾ ഇപ്പോൾ നമുക്കൊരു തണുപ്പും ചൂടും നമുക്കറിയുന്ന പോലെ തന്നെ ആത്മാവിൻ്റെ ഒരു സാന്നിധ്യം നമുക്കറിയാൻ പറ്റും. അതിൻ്റെ ഒരു പവർ, എനർജി, ആ എനർജിയാണ്, ആ ശക്തിയാണ് നമ്മൾ കൂട്ടുപിടിക്കുന്നത്. അത് എല്ലാ ആത്മാക്കളെ കൊണ്ട് ചെയ്യാനും പറ്റില്ല. അതിന് വേണ്ടിയിട്ടുള്ള നിയോഗിക്കപ്പെട്ടിട്ടുള്ള ചില ആത്മാക്കളുടെ സാന്നിധ്യമുണ്ട്. അത് ദൈവികമായിട്ട് നമുക്ക് കാണണം. അതുകൂടാതെ തന്നെ ആ നക്ഷത്രത്തിലുള്ള ആ പെൺകുട്ടി ആത്മാവ് സഹായിക്കാനായിട്ട് തയ്യാറാവണം. എങ്കിൽ മാത്രമേ നമുക്കത് ചെയ്തിട്ടൊരു ഫലമുള്ളൂ. പക്ഷേ എല്ലാ കാര്യത്തിലും നടക്കില്ല. ചില ആൾക്കാർക്ക് മാത്രമേ നടക്കുള്ളൂ. ഈ രാത്രി 1 മണിക്ക് 2 മണിക്കൊക്കെ ഇവിടെ കർമ്മം ചെയ്യുന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. പെൺകുട്ടി വളരെ വിശ്വാസത്തോടു കൂടി ഞങ്ങളുടെ കൂടെ വന്ന ഒരു കുട്ടിയാണ്. വീട്ടുകാരറിയാതാണ്. വീട്ടുകാരറിഞ്ഞിട്ടില്ല.
അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൃത്യമായിട്ട് അപ്പൊ രാത്രി ഇത്രയും വിജനമായ സ്ഥലത്തൊരു പെൺകുട്ടിയായിട്ട് ഞാൻ കുട്ടിയുടെ അടുത്ത് ആദ്യമേ പറഞ്ഞു. അതായത് എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയായിട്ട് ഒറ്റയ്ക്ക് വരാൻ പാടില്ല. അപ്പം എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു, പിന്നെ എൻ്റെ കൂടെയുള്ളൊരു സഹായി ഉണ്ടായിരുന്നു, പിന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് മാറിയിട്ട് നമ്മുടെ ഒരു ഫാമിലി ഉണ്ട്, അപ്പോൾ അവരും ഉണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടി എൻ്റെ കൂടെ ഇരുന്നു, എൻ്റെ വൈഫും കൂടെ പെൺകുട്ടിയുടെ കൂടെ ഇരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഈ സ്വാഭാവിക ഈ ആഭിചാര കർമ്മങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ചെയ്യുമ്പോൾ നാട്ടുകാരുടെ ഒക്കെ എതിർപ്പൊക്കെ ഇതൊരു ആഭിചാരം എന്ന് പറയാൻ പാടില്ല. കാരണം ആഭിചാരം എന്ന് പറയുമ്പോൾ ഒരാളെ ദോഷപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഒരു കുടുംബം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. നമ്മൾ ഇന്ന് വരെ പാരമ്പര്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തു വരുന്ന ആൾക്കാരാണ്. നമ്മൾ ഇന്ന് വരെയും ആഭിചാരമായിട്ട് ബന്ധപ്പെട്ട് ഒരു കർമ്മവും ചെയ്തിട്ടില്ല. കൂടോത്രം അങ്ങനെ ചെയ്യാറില്ല. കൂടോത്രം ചെയ്ത് ഇരിക്കുന്ന കൂടോത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്, അത് പല വ്യക്തികൾക്കും. പക്ഷേ നമ്മളായിട്ട് ഒരാൾക്കൊരു പണി കൊടുത്തിട്ടില്ല. അങ്ങനത്തെ രീതി നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരാള് അനീഷേട്ടനെ സമീപിക്കാൻ ഒരു പ്രശ്നം, അല്ലെങ്കിൽ അപ്പൊ അനീഷേട്ടൻ കൂടുതലും പ്രണയം, സ്നേഹം, കുടുംബ ബന്ധങ്ങൾ ഇതിലാണ് കോൺസെൻട്രേറ്റ്. അത് ജെന്യുവിൻ ആയിട്ടുള്ള പ്രണയം. ഇപ്പൊ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ എടുക്കാൻ വരുന്നതിന് മുമ്പ് എന്റെ ഫോൺ നോക്കി അറിയാം, ഈ നമ്മുടെ കോളേജ് പെൺപിള്ളേരൊക്കെ വിളിക്കും, അനീഷേട്ട എന്നെ അവൻ തേച്ചിട്ട് പോയി, ഇത് ചെയ്യണം അത് ചെയ്യണം, ഇങ്ങനെ തമാശ രൂപേണ വിളിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതായത് വെറുതെ നമ്മുടെ പോസ്റ്റൊക്കെ കാണുമ്പോൾ വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ജെന്യുവിനായിട്ടുള്ള നമ്മുടെ ഒരു അത്രയും ഇഷ്ടപ്പെട്ട് പ്രശ്നമായിട്ട് നിൽക്കുന്ന കേസ് മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഓക്കെ, അതിപ്പോ എങ്ങനെയാ അറിയാൻ പറ്റുക നമുക്ക്? അത് നമുക്കറിയാൻ പറ്റും. അവർ അത്രയും ഇഷ്ടമായിട്ട് ഉള്ള ഒരാളുടെ ഫീലിങ്ങും അവർ നമ്മുടെ അടുത്ത് സംസാരിച്ച് അത്രയും വിഷമങ്ങളും നമുക്കും അത് തോന്നണമല്ലോ, അവർക്ക് ചെയ്ത് കൊടുക്കണമെന്നൊരു തോന്നൽ വേണം. ഏത് മാർഗമാണ്? പശുമാർഗമാണോ കൗളമാർഗമാണോ? നമ്മൾ ഞാൻ ഈ ചെയ്യുന്ന ഒരു പൂജയും ഒന്നിനോടൊന്ന് ഉപമിച്ച് ചെയ്യാൻ പറ്റില്ല. അതായത് ഓരോന്നിനും ഓരോ മൂർത്തികളുടെ സാന്നിധ്യം, വിഷ്ണുമായുടെ സാന്നിധ്യത്തിൽ ചെയ്തു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ദേവിയുടെ ഇശക്കിയമ്മൻ എന്നൊക്കെ പറയും, തമിഴ്നാട് ഭാഗത്താണ് ഇശക്കിയമ്മൻ ക്ഷേത്രങ്ങൾ, മുപ്പന്തൽ എന്നൊക്കെ പറയും പോലെ ഇശക്കിയമ്മൻ, മോഹിനി എന്നൊക്കെ പറയും പോലെ. അതുപോലെ ഓരോരുത്തരുടെ നക്ഷത്രപ്രകാരം, അതായത് ഒരു വിഷ്ണുമായ കൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല, ഒരു ദേവിയെ കൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റൂല. അത് നമുക്ക് വേണമെങ്കിൽ പറയാം, നമ്മൾ ഇന്ന സേവ കൊണ്ട് നമുക്ക് എല്ലാ പ്രശ്നവും മാറ്റാം, അങ്ങനെ പറ്റില്ല. ഓരോ നക്ഷത്രക്കാർക്കും ഓരോ ദേവതകളുടെ സഹായം ഉണ്ട്. ആ നക്ഷത്രവും അവരുടെ ആ ജനിച്ച സമയവും ഇതെല്ലാം നോക്കിയിട്ട് മാത്രം അവർക്ക് പറ്റുന്ന കർമ്മം തിരഞ്ഞെടുക്കും. അതാണ് അത് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ നമ്മൾ ഇപ്പോ ഇവിടെ ഈ വിജനമായ സ്ഥലത്ത് വന്നു, രാത്രിയിൽ ഇരുന്ന് പൂജകൾ ചെയ്യുന്നു. അതെ. അപ്പം ഇതിനൊരു തിരിച്ചടി ഉണ്ടാവില്ല അനീഷേട്ട? നമ്മൾ കേട്ടിട്ടുള്ളത് റബ്ബർ ബാൻഡ് പോലെയാണ്, നമ്മൾ അങ്ങോട്ട് തൊടുത്താൽ അതിനേക്കാൾ 2 ഇരട്ടി വേഗത്തിൽ ഇത് തിരിച്ചു വന്ന് അടിക്കുന്നു. തീർച്ചയായിട്ടും അത് തിരിച്ചടി ഉണ്ടാവും. പല കർമ്മങ്ങൾക്കും തിരിച്ചടി ഉണ്ടാവും. ദൈവം സഹായിച്ച് ഈ മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ട്, ഈ പ്രപഞ്ചത്തിന്റെ ശക്തി കൊണ്ട് ഇതുവരേക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അത് അനീഷേട്ടൻ ഞാൻ ചോദിക്കുന്നത് അതല്ല, ഇപ്പൊ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയം. എനിക്കല്ലെങ്കിൽ പോട്ടെ, നമ്മുടെ ക്യാമറമാൻ, ഞാൻ കല്യാണം കഴിച്ചതുകൊണ്ട് എന്റെ പോകാൻ വേണ്ട, നമ്മുടെ ക്യാമറമാന്റെ ബാക്കിൽ നിൽക്കുന്ന ക്യാമറ അസിസ്റ്റന്റ്, അവനൊരു പ്രണയം ആ പെൺകുട്ടിയുമായിട്ട്, പെൺകുട്ടിക്ക് അവനെ ഇഷ്ടമല്ലാന്ന്, ഇയാള് കർമ്മമൊക്കെ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ അവർ തമ്മിൽ ഇഷ്ടത്തിലായി. അപ്പൊ ഇതെന്തായാലും കൂട്ടിച്ചേർത്ത് വെച്ചതാണ്. അവിടെ ഒരു മുഴപ്പുണ്ടാവും. ഈ മുഴപ്പ് നാളെ ഒരു കാലത്ത് പ്രശ്നമാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ചേർക്കാൻ പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എല്ലാ കർമ്മവും ഞാൻ എടുക്കില്ല എന്ന്. അതായത് ഇപ്പൊ ഒരാൾക്കൊരു ഇഷ്ടമുണ്ട്, മറ്റേ വ്യക്തിക്ക് ഇഷ്ടമല്ല, അതിനെ കൂട്ടിച്ചേർക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതായത് രണ്ടുപേരും തമ്മിൽ ഒരു ഇഷ്ടം വന്നതിന് ശേഷം അവരെ പറ്റിക്കപ്പെട്ടു പോയോ അല്ലെങ്കിൽ അവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയോ ചെയ്യുന്ന കേസുകൾ മാത്രം. അതായത് നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ലല്ലോ. രണ്ടുപേരും പരസ്പരം ഇഷ്ടത്തിലായിരുന്നിട്ട് ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ട് അയാളെ വഞ്ചിച്ചിട്ട് പോകുന്ന കേസുകൾ മാത്രം. അങ്ങനെയുള്ളൂ. അപ്പൊ അതിലൊരു തിരിച്ചടി വരില്ലല്ലോ. സംശയം, വഞ്ചിച്ചിട്ട് പോകുന്നവർ തിരിച്ചു വന്നിട്ട് എന്ത് ചെയ്യാനാണ്? വഞ്ചിച്ചിട്ട് പോയില്ലേ? അത് നമ്മള് ആദ്യം ഈ പറയുന്നവരടുത്ത് നമ്മളിത് പറയാറുണ്ട്, നിങ്ങൾക്ക് ഈ വ്യക്തിയെ വേണോ? ചില വ്യക്തികളെ ഞാൻ ചെയ്തു കൊടുക്കാതെ വിടുന്നുണ്ട്. അതായത് ഈ ഷഷ്ടാഷ്ടമദോഷം, മധ്യമരഞ്ജു ദോഷം, ഇതുപോലെ ജാതകത്തിൽ തന്നെ ഇവർ തിരിച്ചു വെച്ചാൽ ചേരാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും, ഇത് ഈ ഒരു കർമ്മം കൊണ്ട് ഇപ്പൊ ആള് വരുമായിരിക്കാം, വന്നാലും നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ അവരിൽ ചെയ്യണം. കാരണം നിങ്ങളായിട്ട് വിളിച്ചു വരുത്തി നിങ്ങൾ കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അത്രത്തോളം സഹിക്കണം. അത് വേണോ? ഇനി ഞാനൊരു സംശയം ചോദിക്കട്ടെ. നമ്മൾ കർമ്മം ചെയ്ത ഒരാളെ തിരിച്ചു വരുത്തിച്ചു, ഈ അനീഷേട്ടനോട് ഈ കർമ്മം ചെയ്യാൻ വന്ന ആളുണ്ടല്ലോ, ഒരു പയ്യനായിക്കോട്ടെ, അതെ എന്റെ സഹായി, അല്ല ഒരു പയ്യൻ വന്നു. ആ പയ്യന് ഒരു പക്ഷെ ഗൂഢലക്ഷ്യമാണ്, അവൾ എന്നെ തേച്ചിട്ട് പോയി, ഇവളെ തിരിച്ചു വിളിച്ചിട്ട് 2-3 ദിവസം ഇവളെ കൂടെ കഴിയണം, ഇവളുമായിട്ട് ശരീരമൊക്കെ പങ്കിടണം, എന്നിട്ട് 2 ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് ഇവിടെ തേക്കണം. ഈ ഒരു ചിന്തയിലാണ് വരുന്നതെങ്കിലോ നടക്കില്ല. കാരണം എനിക്ക് സത്യമായിട്ടുള്ള ഒരു ഉപാസനമൂർത്തി ഉണ്ടല്ലോ, ഈ ഉപാസനമൂർത്തിയുടെ അനുവാദം ചോദിച്ചിട്ട് ഈ വന്നിരിക്കുന്നവനെ ഇത് ചെയ്യണോന്ന് ചോദിച്ചാലേ ഞാൻ ചെയ്യുള്ളൂ.
കാരണം നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ കണ്ടുപിടിച്ച് നമുക്കറിയില്ല ഈ പുള്ളി എവിടെ നിന്നാണ് വരുന്നത്, അവന് എന്തെങ്കിലും ഗൂഢമായ ലക്ഷ്യം ഉണ്ടാവാം, നമ്മുടെ മൂർത്തി പറയണം. പിന്നെ അങ്ങനെ പല ആൾക്കാരെ ഞാൻ വിട്ടിട്ടുണ്ട് ചെയ്യാതെ. കാരണം ആത്മാർത്ഥമായിരിക്കില്ല, അവരുടെ സ്നേഹം നിലനിന്ന് പോവുകയില്ല. ഞാൻ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ കേസുകളും നോക്കി ചെയ്തിട്ടുള്ളതാണ്. അത് അവർക്ക് അതിൻ്റെതായ എവിടെയെങ്കിലും ഒരു കണക്കൂട്ടൽ പഴിച്ചിട്ടുണ്ടോ? ദൈവം സഹായിച്ച്, അതായത് മൂർത്തികളുടെ അനുഗ്രഹം കൊണ്ടും കുടുംബദേവതകളുടെ അനുഗ്രഹം കൊണ്ടും അങ്ങനെ നോക്കിയിട്ട് ചെയ്യുന്നതുകൊണ്ട് പഴിച്ചിട്ടില്ല. കാശിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല, സാമ്പത്തികം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് സാമ്പത്തികം കോടിക്കണക്കിന് ആസ്തികളുടെ കർമ്മങ്ങൾ, അതായത് അത്രയും പൈസ ഉള്ള എറണാകുളത്ത് തന്നെ 3000 കോടിയിലധികം ആസ്തിയുള്ള ആൾക്കാരുടെ കർമ്മങ്ങൾ വരെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്ത് വേണമെന്നാണ് പകരം ചോദിച്ചത്. അതായത് ഒരു സ്വത്തുക്കളുടെ ഷെയർ വെക്കുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്തരം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ പ്രണയത്തിന്റെ അല്ലാണ്ട്? ചെയ്യുന്നുണ്ട്. അതായത് അവര് തമ്മിൽ അനിയൻ ചേട്ടന്മാരാ, ഗുപ്തമാരെന്ന് പറയും, ഗുപ്തമാരുടെ ഫാമിലിയാണ്. അതാണ് എറണാകുളത്ത് കൂടുതലുള്ള MG റോഡ് ഭാഗത്തൊക്കെ അവരുടെ ഒരുപാട് വകകളും സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു വകയും പ്രശ്നങ്ങളായ ഒരു സമയത്ത് ഞാനൊരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ആരും ഞാൻ പറയുന്നില്ല, പക്ഷേ അതെൻ്റെ കാര്യം ചെയ്തു. പക്ഷെ അത് ഒത്തീർപ്പായി, കാര്യങ്ങൾ ഇതായിട്ട് പോയി. അപ്പം എൻ്റെ കൂടെ നിന്ന് ഒരു അനിഷേട്ടൻ, നിങ്ങളിത് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇത്ര രൂപ പറഞ്ഞു വാങ്ങിച്ചൂടെ? അങ്ങനെ വാങ്ങിച്ചാൽ ഞാൻ ചെയ്യുന്ന കർമ്മത്തിന് എന്ത് ഫലം? ദക്ഷിണ പറഞ്ഞു വാങ്ങിക്കാറില്ല. 1 രൂപയാണെങ്കിൽ 1 രൂപ അവർ തരുന്നത് വാങ്ങിക്കും, അത്രയേ ഉള്ളൂ. കേട്ടിട്ട് ഇനി ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ 1 രൂപ തന്നാൽ അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. എന്താ ചെയ്യാ, എന്താ പിന്നെ അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നെ നമുക്ക് സൈഡിൽ കൂടെ വേറെ പരിപാടികളൊക്കെ ഉണ്ട്, പാട്ട്, സംഗീതം, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതൊരു കച്ചവടമായിട്ട് അങ്ങനെ പോകാൻ പാടില്ലല്ലോ. ഉപാസനാമൂർത്തികളെ പ്രസാദിപ്പിക്കുക എളുപ്പം, നല്ല പാട്ടൊക്കെ പാടി കൊടുക്കാൻ പറ്റുന്ന ഉപാസനാമൂർത്തികളുടെ പ്രസാദിപ്പിക്കണം. ഓക്കെ. അപ്പം ഈ 2 ആഴ്ച കൊണ്ട് ഈ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടിയും ആൺകുട്ടിയും വന്ന് കണ്ടോ? പെൺകുട്ടി എന്നെ വിളിച്ചു, ആൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. പെൺകുട്ടി എന്നെ വിളിക്കും, പക്ഷെ ആൺകുട്ടിയുടെ അടുത്ത് പറയാൻ പാടില്ല. ഇങ്ങനെയാണ് അവൾ പറഞ്ഞ്, കല്യാണത്തിന് വിളിക്കും, അമ്മയുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളായിട്ട് ഞാൻ വിളിക്കും, പക്ഷെ ഈ കാര്യം പറയാൻ പാടില്ല. ഈ വീഡിയോ കണ്ടിട്ടാണ് പയ്യൻ കല്യാണത്തിന് വരുന്നതെങ്കിൽ അതൊരു പ്രശ്നമാണ്. പക്ഷേ ആ പയ്യനെ അറിയില്ലല്ലോ ആരാണെന്ന്. ശരി. അപ്പൊ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ സാധാരണഗതിയിൽ ഇത്തരം കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന പൂജാദ്രവ്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണഗതിയിൽ പൂജാദ്രവ്യം നമ്മൾ ഈ വശ്യം തുടങ്ങിയിട്ടുള്ള ഈ കർമ്മങ്ങൾക്ക് ഉപയോഗിക്കുന്ന വാസന ദ്രവ്യങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ട് വാസന ദ്രവ്യങ്ങളായിരിക്കും. അതായത് ഇത് എപ്പോഴും നമുക്കൊരു പോസിറ്റീവ് എനർജി അല്ലേ വേണ്ടത്. ജവ്വാത് തുടങ്ങിയിട്ടുള്ള പോലത്തെ സാധനങ്ങൾ, അതുപോലെ പല സുഗന്ധദ്രവ്യ കൂട്ടുകളും നമ്മൾ തന്നെ ഉണ്ടാക്കണം. കസ്തൂരി, അരഗജ, ഗോരോചനം, ഇതുപോലത്തെ പല സാധനങ്ങൾ കൊണ്ട് നമ്മൾ പ്രത്യേക കൂട്ടുണ്ടാക്കണം. അതിൻ്റെ കൂടെ പലതരം പച്ചിലകളും പൂക്കളും അരച്ച് ചേർക്കണം, ഉണക്കിയിട്ട്. അങ്ങനെ ചേർത്ത് മഷിക്കൂട്ടുണ്ടാക്കണം. അല്ലാതെ നമ്മൾ ഈ കഥ ഈ ചിലർ പറയുന്ന പോലെ കേട്ടിട്ടുള്ളത് പോലെ എല്ലിന്റെ പൊടി, ആർത്തവരക്തം, അങ്ങനെയൊന്നും പറ്റില്ല. അതൊക്കെ അഷഡ് കർമ്മങ്ങളല്ലേ. നമ്മളിപ്പോൾ ശുദ്ധമായിട്ടൊരു കർമ്മം ചെയ്യുമ്പോൾ ഈ ആർത്തവരത്വം ഇതൊന്നും ചെയ്യാൻ പാടില്ല. ശുദ്ധമായ കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ചോദിച്ചത്. അതെ അതെ. ചില ആളുകൾ പറയാറുണ്ട് ഇതൊക്കെ വെച്ചിട്ടാണ് കർമ്മം പശുമാർഗത്തിൽ പൂർണ്ണ നഗ്നനായി നിന്ന് ശ്മശാന പൂജ ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ? എനിക്കറിയില്ല, കേട്ട് കഥകളാണ് വശ്യത്തെക്കുറിച്ചും ആവിചാരത്തെക്കുറിച്ചും. അത് ഈ വശ്യം കൊണ്ട് തന്നെ പല പെൺകുട്ടികളും ചതിക്കപ്പെട്ടിട്ടുണ്ട്. എന്നെ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് വരുന്നതിന് മുമ്പ് ഒരു ക്ലൈൻറ്റ് വിളിച്ച പുള്ളി പറഞ്ഞ, ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിളിച്ച് ചോദിക്കാന്നേ ഉള്ളൂ, നിന്റെ ആളെ കെട്ടി വെച്ചിട്ടുണ്ട്, അപ്പം നീ നഗ്നമായിട്ട് ഇരുന്ന് പൂജ ചെയ്താലേ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞു, എന്നിട്ട് ഈ പയ്യൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഇവളെ സ്നേഹിച്ച പയ്യൻ, നീ 5 പവൻ്റെ ഉരുപ്പടി, അതായത് നിന്റെ 5 പവൻ്റെ മാല എനിക്ക് തന്നാൽ എനിക്കൊരു ബൈക്ക് എടുക്കണം. പിന്നെ ഇൻസ്റ്റാഗ്രാമിലെല്ലാം നീയും ഞാനുമായിട്ടുള്ള ഫോട്ടോസ് ഇടും, ഞാൻ എൻ്റെ ഭാര്യയും ഭർത്താവാണെന്ന് ഞാൻ പറയും. ഞാൻ പറഞ്ഞു, മോളെ നീ ഈ സമയം കൊണ്ട് നീ രക്ഷപ്പെട്ടു, ഇല്ലേ നിന്റെ ജീവിതം പോയി. കാരണം വേണ്ട, ഇതൊക്കെ പെട്ടുപോയില്ലേ. പെട്ടുപോയ ഒരുപാട് ആൾക്കാരെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ, ഇന്ന് വന്ന് പറയുമ്പോൾ നാളെ നടക്കണം. ഇപ്പം മുസ്ലിം കർമ്മങ്ങളാണ്, ഞാൻ പറയും ഇന്ന് ചെയ്തിട്ട് യാസീൻ ഓതുക, ഇത്ര തവണ യാസീൻ ഞാൻ പറയുന്ന ഇത് കൊടുത്തിട്ട് ഓതുക. അത് ഒരു കാര്യം ചെയ്യുക, പോറ്റി ഓതിത്താ, സ്വാമി തന്നെ അതങ്ങ് ചെയ്തു തന്നാൽ മതി, എനിക്ക് ഇത്ര ദിവസം കിട്ടുമല്ലോ. അവർ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്തിട്ട് എന്ത്? ഇത് ചിലവൊന്നും ഇല്ലാതെ ഒരു പ്രാർത്ഥനയിലൂടെ ചെയ്യേണ്ട പല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. 1 രൂപയുടെ ചിലവില്ല അവർക്ക്. അവർ ഇത് ചെയ്ത് നമ്മളൊരു തകിട് കൊടുക്കുന്ന സാധനം വെച്ച് യാസീൻ ഓതി പ്രാർത്ഥിക്കുക. ആ സാധനം പോലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു വ്രതം എടുക്കാൻ പറ്റാത്ത എത്രയും ആൾക്കാരുണ്ട്. അനീഷേട്ടാ, പണ്ട് ഞാൻ ഇതുപോലെ കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ശ്മശാന പൂജ ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. ശ്മശാനത്തിൽ പോയിട്ട് ദേഹം മുഴുവൻ ഭസ്മം പൂശി പൂജ ചെയ്യുന്ന കാര്യം. ചുടല ഭസ്മമാണോ സാധാ ഭസ്മമാണോ? ചുടല ഭസ്മം പൂശെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള കർമ്മങ്ങളുണ്ടോ? അങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യാറുണ്ട്. പക്ഷേ ഈ ശ്മശാന പൂജ എന്ന് പറഞ്ഞ ആ ഒരു അത്രയും ഒരു തരത്തിലുള്ള പൂജകളൊന്നും നമ്മൾ ചെയ്യാറില്ല. നമുക്കെല്ലാം സൗമ്യമാർഗത്തിൽ അതെ 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 കാര്യം സാധിച്ചു കൊടുക്കുന്ന പരിപാടികൾ. അതെ അതെ. ഓക്കെ. അനീഷേട്ടൻ ഇതിന് അപ്പുറത്തേക്ക്, അനീഷേട്ടൻ 4 പേർ അറിയുന്ന ഒരു കലാകാരനാണ്. അതെ.
കോമഡി ഉത്സവം പോലെയുള്ള പരിപാടി പറയുന്നോണ്ട് തെറ്റില്ലല്ലോ. ഇത് ഒരു പറ്റില്ല. എന്നാ പിന്നെ ചേട്ടൻ പോയിട്ടുള്ള ഷോകൾ ഏതൊക്കെയാ? ഞാനിപ്പോൾ ഫ്ലവേഴ്സ് ടിവിയിൽ കോമഡി ഉത്സവം, പിന്നെ ഏഷ്യാനെറ്റിൽ കോമഡി സ്റ്റാർ ചെയ്തു. പിന്നെ എനിക്കൊരു മ്യൂസിക് ബാൻഡ് ഉണ്ടായിരുന്നു, അനുപല്ലവി എന്ന് പറഞ്ഞ മ്യൂസിക് ബാൻഡ്. പാട്ടുകാരനും കൂടിയാ. അതെ, പിന്നെ ഗാനമേള ടീം അനുപല്ലവി അതും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് പ്രോഗ്രാം ഒന്നും ഇല്ല. അതായത് പ്രോഗ്രാം ഇല്ലാത്തതല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ പൂജയും കാര്യങ്ങളും, അമ്പലങ്ങള്, അങ്ങനെ യാത്രകളൊക്കെ ഉണ്ട്. സ്വാഭാവികമായിട്ട് ആളുകൾക്ക് ഒരു സംശയം വരും. അനീഷന്റെ സംസാരത്തിൽ കടിച്ചു പിടിച്ച് സംസാരിക്കുന്നത് അനീഷന്റെ ഒരു കണ്ണിന് ചെറിയ കാഴ്ചക്കുറവിന്റെ പ്രശ്നമുണ്ട്, പറയുന്നത് തെറ്റില്ല, കാഴ്ചയുടെ പ്രശ്നമുണ്ട്. അപ്പൊ നിങ്ങൾ ആരും വിചാരിക്കണ്ട ഈ കർമ്മം കൊണ്ട് തിരിച്ചു വന്നതാണ്. അല്ല, ഇത് ജന്മന ഉള്ളതാണ്. അനീഷന് ഇത് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന, ഇത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കൈമാറി വന്ന, അതായത് എൻ്റെ അപ്പൂപ്പൻ്റെ കാലം മുതലേ ഉള്ള ഉപാസന മൂർത്തികളാണ് ഞങ്ങൾക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പഴയ കാലത്തുള്ള അതേ കർമ്മങ്ങളാണ്. ഒരു ബുക്കിലോ ഇപ്പോൾ കാണുന്ന, അതായത് നമ്മുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും തിരുത്തിയിട്ടുണ്ടല്ലോ ഓരോരോ കാര്യങ്ങൾ. അതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കുക. അതാണ് എൻ്റെ അടുത്ത് നേരത്തെ ചോദിച്ചില്ലേ, തിരിച്ചടിച്ചിട്ടുണ്ടോ? അത് നമ്മൾ അത് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചടിക്കും. ഞാനിത് ചോദിക്കാനുള്ള കാര്യം, അനീഷന്റെ ഈ മുഖത്തിന്റെ ഒരു ചെറിയ നോട്ടത്തിന്റെ പ്രശ്നം ഞാൻ കണ്ടു. അത് ഞാൻ ഒന്ന് പരിചയപ്പെടുന്നതിന് മുമ്പിട്ട് ചാടി കയറി ഇതാണോ എന്ന് ചോദിക്കുന്നതിന് ഭേദം അങ്ങനെ ഞാൻ ചോദിച്ചതാണ്. അതെ, അപ്പൊ എനിക്കത് ജന്മനായ കാഴ്ചയുടെ പ്രശ്നമുണ്ട്, ഞരമ്പിന്റെ ഇതാണ്. അത് കോമഡി ഉത്സവത്തിലൊക്കെ അത് എപ്പിസോഡ് കാണുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. മിഥുൻ ചേട്ടൻ അതിൽ പറയുന്നുണ്ട്. ഓക്കെ, എന്താ നമ്മുടെ വിഷയം അതല്ല. നമ്മുടെ വിഷയം ഈ കർമ്മങ്ങളിലേക്കാണ് വീണ്ടും വരുന്നത്. ഈ കൂടുതൽ ചില ഈ വിവാഹമോചനത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന കുടുംബങ്ങളിൽ ആളുകളൊക്കെ വിളിക്കാറുണ്ടോ? ഉണ്ട്. അത് ഈ പൂജയ്ക്കും അപ്പുറത്തേക്ക് ചിലപ്പോൾ ഒന്ന് വിളിച്ചിട്ട് സംസാരിച്ചാൽ തീർന്നു പോയാലെന്ന് വിചാരിക്കുന്ന? തീർച്ചയായിട്ടും നമ്മുടെ മിക്ക കാര്യങ്ങളൊന്നും പൂജയിൽ കൊണ്ടുപോകണ്ട, അതിനു മുമ്പ് തന്നെ അങ്ങ് തീരും. നമ്മൾ അവരൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും ശരിയാവും. കാരണം ഇവര് തുറന്നു പറയാത്തോണ്ടുള്ള കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ, പരസ്പരം ആരും സംസാരിക്കുന്നില്ല. ഇപ്പം തന്നെ ഒരു ക്ലയൻറ്റ് വന്നിട്ട് അവർക്ക് ഹസ്ബൻഡ് എല്ലാം മേടിച്ച് കൊടുക്കുന്നുണ്ട്, പറയുന്ന കാര്യങ്ങൾ ചെയ്യും, വീട്ടിലെന്ത് വേണോ അത് ചെയ്ത് കൊടുക്കും, മൊബൈൽ വേണോ അത് വേണോ എല്ലാം ചെയ്യും. പക്ഷേ സ്നേഹമില്ല. കാരണം ഒരു എടുത്തുചാട്ടം അല്ലെങ്കിൽ ഒരു ദേഷ്യം ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും അതിനൊപ്പം ഒരു കെയറും കാര്യങ്ങളൊക്കെ കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്തില്ലെങ്കിലും ഒരു പ്രശ്നം വരില്ല. അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഒരു ആള് ഒരു പ്രശ്നമായിട്ട് അനീഷനെ വിളിക്കുമ്പോ എങ്ങനെയാണ് അത് കബഡി നിരത്തി നോക്കുമോ അതോ എങ്ങനെയാണ്? കബഡി നിരത്തി നോക്കുന്ന തരത്തിലുണ്ട്. പിന്നെ സപ്തർഷി ജ്യോതിഷ മാർഗം നമ്മുടെ പഴയ തമിഴ്നാട് സിസ്റ്റം പ്രകാരം അതിനെ ഈ ചോളി എന്ന് പറയും. ഈ കബഡിയുടെ തന്നെ വലിയ ടൈപ്പ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അതിൽ വെച്ച് നോക്കുന്നതുണ്ട്. പിന്നെ വെറ്റില് കൊണ്ട് നോക്കുന്നതുണ്ട്, ശംഖ് കൊണ്ട് നോക്കുന്നതുണ്ട്. ഓരോ ടൈപ്പിലായിരിക്കും, ഓരോ തരത്തിലും നോക്കി അവന്റെ പിന്നെ ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പൊ ആ സംഭവം നമുക്ക് നടക്കണം എന്ന് വിചാരിക്കുമ്പോ ഒന്നും കാണില്ല കയ്യില്. അപ്പൊ അവര് ചോദിക്കും അത് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോ ആ സ്പോട്ടിൽ എന്തെങ്കിലും പറയണ്ടേ കാര്യങ്ങൾ. അപ്പൊ ഉപാസന മൂർത്തിയോട് ചോദിച്ചിട്ട് അത് പറഞ്ഞു കൊടുക്കും. ഉപാസനാമൂർത്തി നമുക്ക് കൃത്യമായ മറുപടി തരും. അത് തരും. ദേവീയ ഉപാസനയാണോ? ദേവീയ ഉപാസനയുണ്ട്. ഓക്കെ. അപ്പോ ഈ ആളുകള് നമ്മുടെയൊക്കെ വരുമ്പോ ഈ രണ്ടു വശത്തുള്ള ആളുകളുടെ പ്രണയത്തിന്റെ കാര്യം പറയുമ്പോ നാളും പേരും സമയവും ഒക്കെ വേണ്ടി വരുമോ? സമയവും കാര്യങ്ങളും അറിഞ്ഞുകൂടാത്ത ഇതിലുണ്ട്. അപ്പം നമ്മുടെ മതത്തിൽ നിന്ന് മാറി ആൾക്കാർ വിളിക്കുമ്പോൾ അവർക്ക് കൃത്യസമയം അറിയില്ല. അപ്പോൾ ചിലപ്പോൾ അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ അവരുടെ ആ സമയം വിളിച്ച സമയം അത് നോക്കിയിട്ട് നമ്മൾ അത് വെച്ച് നോക്കാം. ഈ വന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഒഴിപ്പീരൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഈ ബാധ അതുപോലെയുള്ള ദോഷങ്ങളൊക്കെ ഒഴിപ്പീരുണ്ട്. അതായത് അതും ഈ പറഞ്ഞ ഒരു പുള്ളിക്കാരി, അത് തിരുവനന്തപുരത്താണ് കേട്ടോ. ചിലപ്പോ അത് പുള്ളിക്കാരി കേട്ടോണ്ടിരിക്കുകയായിരിക്കും, പക്ഷെ അത് നടന്നൊരു കാര്യമാണ്. എന്തായിരുന്നു അത്? ആള് ഒരു ഡോക്ടറാണ്. പുള്ളിക്കാരി ഡോക്ടർമാരൊക്കെയാണ് ഇത് കൂടുതലും. അതെ, അപ്പോൾ പുള്ളിക്കാരി ഡോക്ടറാണ്. അപ്പോൾ ഇതിനൊന്നും ആദ്യ കാലത്ത് വിശ്വാസം ഇല്ലായിരുന്നു പുള്ളിക്കാരിക്ക്. അപ്പോൾ പൂജ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നെഗറ്റിവിറ്റി ഉള്ളതുകൊണ്ടാണല്ലോ നമുക്ക് ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ കാര്യങ്ങളെല്ലാം പ്രശ്നമായിട്ടുണ്ട്. ആദ്യം ഒരു ഇളക്കിളവി, അതായത് പ്രശ്നമൊക്കെ ആയി, ഒന്ന് ഇളവി, അതെല്ലാം വന്നു. അത് ഈ സംഭവം എന്ത് ചെയ്ത് ഇളവിട്ട് നമ്മളെ പറ്റിക്കാനുള്ള സാധനങ്ങൾ വരും. അതായത് ഇത് ഇളവി നിന്നിട്ട് മാറിയെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇത് മാറൂല, ശരീരത്തിൽ തന്നെ ഇത് ഒളിഞ്ഞു നിൽക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഹോമമാണ് ചെയ്യുന്നതെങ്കിലും ചില സംഭവങ്ങൾ ക്രിസ്ത്യൻ മതത്തിൽ ബൈബിള് തലയെ തൊട്ട് വെച്ച് പ്രാർത്ഥിക്കണം. അങ്ങനത്തെ ചില ഞാൻ ഈ 3 തരത്തിലും കർമ്മങ്ങൾ ചെയ്യും. അപ്പം ഞാൻ ആദ്യത്തെ സംഭവം പോയി, ആദ്യത്തെ ഒരു ഇത് ചെയ്ത് അവളെ ആടിയോലഞ്ഞു, സത്യം ചെയ്ത് പോയി. പക്ഷേ രണ്ടാമതൊരു സംഭവം ഉണ്ട്, പക്ഷെ അത് അനങ്ങുന്നില്ല. അതിനെ ബൈബിള് തലയെ തൊട്ട് വെച്ച് ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചപ്പോൾ ഇത് അനങ്ങി. അങ്ങനെ എനിക്ക് നമ്മുടെ കൂടെ ഇപ്പൊ നിൽക്കുന്ന അപ്പുറത്തിങ്ങനെ പയ്യനോട്ട് 2 ഇടി കിട്ടി. കാരണം ഇവൻ പിടിച്ചു മാറ്റാൻ വന്നപ്പോഴേ, കാരണം 4 പേര് പിടിച്ചാലും പുള്ളിക്കാരൻ എന്റെ അനുഭവം പറയും എങ്ങനെയായിരുന്നു പുള്ളി പറയും. നമസ്കാരം, അനീഷന്റെ സ്വന്തം സഹചാരിയാണ്. അവിടെ ക്ലിനിക്കിൽ നിന്നുണ്ടായ പ്രശ്നമായിരുന്നു ഇത്. അങ്ങനെ അത് ഒഴിപ്പിക്കാൻ വേണ്ടി ഇവിടെ വന്നു. 2-3 ബാധ അവരുടെ ദേഹത്തുണ്ടായിരുന്നു. ആദ്യം ഒരു ബാധ അദ്ദേഹം ഒഴിപ്പിച്ചു, മറ്റേത് അണഞ്ഞിരിക്കുമായിരുന്നു.
ഇത് മറ്റേത് ഇപ്പോൾ പറഞ്ഞതുപോലെ ബൈബിള് വെച്ച് സത്യം ചെയ്ത് അങ്ങനെ ചെയ്ത സമയത്ത് ഇത് അവർക്ക് കൊണ്ട് ഇളവി അങ്ങനെ പിടിച്ച് അതായത് അവിടെ ഇരിക്കുന്ന കുറേ ഭസ്മാതും ഇതൊക്കെ തട്ടിമറിച്ച് മാറ്റിമറിക്കാൻ നിന്നപ്പോൾ മറിച്ച് ഇടാൻ നിന്നപ്പോൾ പിടിച്ച് വയ്ക്കാൻ പറഞ്ഞു. പിടിച്ച് അവരും അവരുടെ ഹസ്ബൻഡും ഞാനും കൂടെയാണ് അവരെ പിടിച്ചത്. അവരൊന്നും ചെയ്തില്ല, പതുക്കെ എന്നെ ഇങ്ങനെ കാല് വെച്ച് ഒരാക്കൊക്കെ ആക്കി. അതോടുകൂടി വീണു. വേറെ ഒന്നും ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തതേ ഉള്ളൂ. അത്രയ്ക്ക് പവറായിരുന്നു. അത്രയ്ക്ക് പവർ. അവരുടെ കൊച്ചിനെ വരെ അവര് തട്ടി എറിഞ്ഞു. കൊച്ചി ഇതിന്റെ ബാധ ഒഴിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്തെ കൊച്ചിനെ അറിഞ്ഞുകൂടല്ലോ, കൊച്ചിടയിൽ കയറി വന്നു. അത് ഞാൻ ഒരു സംശയം ചോദിക്കട്ടെ, ഇപ്പൊ അനീഷേട്ടന് ഉപാസനയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ എന്ത് വിശ്വസിച്ചാ ഇങ്ങനെ കാര്യങ്ങൾ? അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ട്. ഓരോ പൂജ ചെയ്യുമ്പോഴും പുള്ളിയുടെ കൂടെ ഒരു മൂർത്തിയുടെ സാന്നിധ്യം ബന്ധിച്ച് ഒരു ഏലസിലാക്കി കൊടുത്തിട്ടുണ്ട്. അത് കാണണോ? കാണിച്ചു കൊടുത്ത്. പ്രൊട്ടക്ഷൻ ആണ് ഇത് കണ്ടോ? ഇത് കിടക്കും കാലം പുള്ളിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഇത് ഊരി വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ ആണ്. ഈ അനീഷന്റെ കയ്യിൽ ഇതിന് നാച്ചുറൽ സ്റ്റോൺസ് അല്ലേ? അതെ അതെ, എൻ്റെ കയ്യിലുണ്ട്. ഇത് ഓരോ പൂജ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പൊട്ടും. അതായത് നമ്മൾ ഒരു വളരെ നെഗറ്റീവായിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് കാര്യങ്ങൾ ചെയ്ത് അവരുടെ ദോഷങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ ആ പൂജ കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പൊട്ടിയൊക്കെ തെറിക്കും. ഇത് ഈ സ്റ്റോണിൽ അതിൻ്റെതായിട്ടുള്ള എനർജി അപ്പൊ അത് അതങ്ങനെ ഡീൽ ചെയ്യുന്നവര് നിങ്ങളെ പോലുള്ളവരെ കാണാൻ വരുമ്പോ ഇട്ടോണെന്ന് പറഞ്ഞ് തന്നതാ. പവറുള്ളടുത്ത് പോകാൻ പറ്റണം. നമ്മുടെ പയ്യന്മാരുടെ പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചിട്ടെ, അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതെന്താ ശ്രദ്ധിച്ചോ? ഇതൊരു മൂലിക എന്ന് പറയാം. അതായത് നമ്മൾ ഇപ്പോഴാണല്ലോ ഏലസ് തകിട് ഇതൊക്കെ വന്നത്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ അപ്പൂപ്പൻ്റെ അത്രയും കാരണം മുമ്പുള്ള പഴക്കം ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ കാലത്തൊന്നും ഏലസും തകിടൊന്നും അല്ല, ഇതാണ് സംഭവം. ഇതൊരു വേരാണ്. അപ്പൊ ആ വേരിൽ ജപിച്ച് അതിൽ തായത്തെന്ന് പറയും, തായത്തെന്ന് പറയും. ആ തായത്താണ് ഞാൻ കിട്ടിയിരിക്കുന്നത്. ഇത് ഓരോന്നും കാരണം ഓരോന്നും ഓരോ മെറ്റീരിയൽ കണ്ടോ. അടുത്തത് ഇതുപോലെ ഉണ്ട് കണ്ടോ, ഇത് സ്റ്റോണിൽ ബന്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ പ്രത്യേകം പൂജകളുണ്ടോ? പൂജകളുണ്ട്. എന്റെയും പൊട്ടാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ പോയിട്ട് നമ്മള് സ്വാഭാവികമായിട്ട് പൊട്ടാറുണ്ട്. നമ്മൾ കിടക്കൂല, ചിലപ്പോ ഒരാഴ്ച കിടക്കുമ്പോ. എനിക്ക് ആദ്യം ഒരാള് ഗിഫ്റ്റ് ചെയ്തത്, നിരഞ്ജന ഗിഫ്റ്റ് ചെയ്തത് ഒരു ടൈഗർ ഐയുടെ ഒരു ബ്രേസ്ലെറ്റ്. ടൈഗർ ഐ ഇത് ഞാൻ കോഴിക്കോട് ഒരു ഷൂട്ട് കഴിഞ്ഞ് ഹോട്ടലിലേക്ക് ലിഫ്റ്റ് ചെയ്ത് ഒരു കാര്യമില്ല, വെറുതെ കയ്യൊന്ന് വലിച്ചതാ. ചിന്ന ചെയ്തറി ഞാൻ പുള്ളിക്കാരി എടുക്കരുത്, ഉപയോഗിക്കേണ്ട കളഞ്ഞേക്കാൻ പറഞ്ഞു, വെള്ളത്തിൽ കളയാൻ പറഞ്ഞു. പൊട്ടിക്കളഞ്ഞ പിന്നെ അവസാനം തരുമോ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി അവസാനം എനിക്കൊരു മാലുണ്ട്, ഞാൻ പിന്നെ വെള്ളിയിൽ കെട്ടി. വെള്ളിയായിട്ട് കെട്ടി. രുദ്രാക്ഷമല്ല, ഇത് നാച്ചുറൽ സ്റ്റോൺ. ഇത് രുദ്രാക്ഷം, അത് വെറുതെ വാങ്ങി, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഭംഗിക്ക് വാങ്ങിയിട്ട്. ഓക്കെ, അപ്പൊ അനീഷേട്ടാ ഇത് ഈ തിരിച്ചടി പ്രശ്നമില്ലെന്നാണോ പറയുന്നത്? തിരിച്ചടി അത് അനർത്ഥമായിട്ടും പൈസയ്ക്ക് മോഹിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് തിരിച്ചടി വരും. അതായത് നമ്മുടെ ഒരു ക്ലയന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരാൾ വരുമ്പോൾ അവരെ നിന്ന് കാശോ കാര്യങ്ങളോ മോഹിച്ച് അനാവശ്യമായിട്ടുള്ള കർമ്മങ്ങളും കാര്യങ്ങളും കൊടുക്കുമ്പോൾ മൂർത്തിയുടെ അടി കിട്ടും. ഓക്കെ, ഇല്ലെങ്കിൽ എന്താ ചെയ്യാ, മൂർത്തി ഒന്നും ചെയ്യില്ലല്ലോ. ഈ പൊതുവിലും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവരുടെ കുടുംബം അല്ലെങ്കിൽ അവർക്ക് ഒക്കെ വലിയ ദോഷവശങ്ങളിലേക്കൊക്കെ പോകേണ്ടി വരും. ഞാൻ പലരോടും ചോദിക്കുമ്പോൾ എല്ലാവരും പറഞ്ഞ മറുപടിയാണ് ഇത്, കൃത്യമായ ഉപാസന, ശക്തമായ രീതിയിലുള്ള പ്രൊട്ടക്ഷൻ. ഇത് രണ്ടും ചെയ്താൽ നമ്മളിപ്പോ അമിതമായിട്ട് ഒരു ആഗ്രഹങ്ങളും ഒന്നും വയ്ക്കാൻ പാടില്ല. ഈ കർമ്മം കൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെ നമ്മൾ ആവണമെന്നൊരു ആഗ്രഹം ഇല്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളതെല്ലാം തരും. അതുകൊണ്ട് തൃപ്തിപ്പെട്ടു പോകണം. അതിന്റെ മേളിലൊരു ആർത്തി കൂടുമ്പോഴാണ് മറ്റേ കർമ്മിക്ക് ബെൻസ് ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഒരു ബെൻസ് എടുത്താൽ എന്താ, അപ്പം ഞാൻ വരുന്നവൻ്റെ കഴുത്തിറക്കും, അപ്പം എനിക്ക് ബെൻസ് ആവുമല്ലോ, അപ്പം അടുത്ത പണി നമുക്ക് കിട്ടും. ഈ അനീഷേട്ടനെ ഭയപ്പെടുത്തിയ ഏതെങ്കിലും ആത്മാക്കളുണ്ടായിരുന്നോ? എന്നെ ഭയപ്പെടുത്തിയതായിട്ടില്ല. ഈ ആൾക്കാർക്ക് ഇത് വരുന്ന സമയത്ത് അവര് കാണിക്കുന്നതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ, അതുകൊണ്ടുള്ള പ്രശ്നങ്ങളുള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പോൾ കാലിക്കറ്റിലൊരു കർമ്മം ചെയ്ത പുള്ളീനൊന്ന് ചെറുതായിട്ട് ഭയപ്പെടുത്തി. അത് പുള്ളി നിവേദ്യത്തിന് അവസാനം ഈ പായസം എടുക്കാൻ പുള്ളി പോയപ്പോഴേ പാല് കാര്യങ്ങളൊക്കെ നിവേദ്യത്തിന് നമ്മൾ ആ സ്പോട്ടിൽ ചില സാധനങ്ങൾ വേണ്ടി വരും. അങ്ങനെ എടുക്കാൻ പോയ സമയത്ത് അടുക്കളയിൽ നിന്ന് ശബ്ദം പുള്ളിക്കാരി നേരിട്ട് പുള്ളി അനുഭവിച്ചു. അങ്ങനത്തെയൊക്കെ അതായത് മുടക്കാൻ വേണ്ടിയിട്ടുള്ള പേടിപ്പെടുത്തലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മണ്ണിനടിയിലെ കുടത്തിനുള്ള ഒരു കലശത്തിൽ എന്തോ കുഴിച്ചിട്ടു എന്ന് പറഞ്ഞില്ലേ? ഉണ്ട്. അതിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ടാവും. അതിൽ ആത്മാവിന്റെ സാന്നിധ്യം ഉണ്ട്. ആ ആത്മാവിനെയാണല്ലോ കലശത്തിലേക്ക് ബന്ധിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ എന്റെ ഒരു സംശയമാണ്, നാളെ ഈ റബ്ബറിന് വളമിടാൻ വരുന്ന ആരെങ്കിലും അത് മാന്തി പൊട്ടിച്ച് എന്ത് ചെയ്യും? മാന്തി പൊട്ടിക്കാൻ പാടില്ല, പൊട്ടിച്ചാൽ ഇച്ചിരി പ്രശ്നമായിരിക്കും. പക്ഷെ ഇവിടെ ആരും വരില്ല, പൊട്ടിക്കില്ല എന്ന് എൻ്റെ അടുത്ത് അവർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവച്ചത്. കാരണം ഇത് നമ്മുടെ സുഹൃത്തിന്റെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നും നടക്കില്ല, അനീഷേട്ടൻ എന്തോന്ന് ചെയ്തോ കുഴപ്പമില്ല, ഇവിടെ ഇരിക്കാമെന്ന് പുള്ളി പറഞ്ഞുകൊണ്ടാണ്. ഇവിടെ വെള്ളം കയറുന്ന സ്ഥലമാണ്,
മഴയത്ത് ഇവിടെ ഈ മുറ്റം മൊത്തവും വെള്ളമായിരിക്കും. അതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ നാളെ ഈ കുടം വെള്ളം എടുത്ത് ഒഴുകി ചെല്ലുമ്പോ അത് നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഈ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇതിന് നമുക്ക് അതിൻ്റെതായ ക്രിയകൾ ചെയ്ത് മാറ്റാം. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് അങ്ങനെയൊക്കെ ആ കുട്ടി ചെയ്യിക്കണം എന്നുള്ളതാ. അതെ, അല്ലെങ്കിൽ ഞാനെങ്കിലും ചെയ്യും. അല്ല, അതുകൊണ്ടാണ് ഈ പൊതുവെ ഈ പണ്ടുള്ളവർ പറയും വെള്ളത്തിൽ ഒഴുകി വരുന്ന മെറ്റീരിയൽ ഒന്നും എടുക്കാൻ പാടില്ല. അത് പല ആൾക്കാരും ജപിച്ചും തലയ്ക്ക് ഒഴിഞ്ഞും ഓരോ കാര്യം വെള്ളത്തിൽ കൊണ്ടിടാൻ പറയും. അപ്പൊ ഈ സംഭവങ്ങളൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വരും. അപ്പൊ ചിലർ വെള്ളത്തിൽ വല്ല കുടവും വരും. നമ്മൾ ഈ കന്യാകുമാരി പോയിട്ട് നമ്മുടെ രാമേശ്വരത്ത് പോകുമ്പോൾ തന്നെ നമ്മൾ ചവിട്ടി നടക്കാൻ മൊത്തം കുടത്തിലല്ലേ, കടലിൽ നമ്മൾ ഇറങ്ങുമ്പോ ഈ മുണ്ടും കുടവും ഇത് മാത്രമേ നമുക്ക് ചവിട്ടാൻ പറ്റുള്ളൂ. ആയിട്ടുള്ള ഒരു ഇതുണ്ട്. പക്ഷെ അത് കടലിലായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പിടിക്കൂല. അത് കടലിൽ അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തി കടലിനുണ്ടല്ലോ. ഉപ്പുവെള്ളം. അതിനുശേഷം ഈ ആത്മാക്കളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും, അവരുടെ നീടുകളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാൻ പറ്റും. ചെയ്തിട്ടുണ്ട്. ഞാനൊരു പള്ളിയിൽ അച്ഛൻ്റെ ആത്മാവായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതായത് വിളിച്ചു വരുത്തി എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പള്ളിയുടെ അടുത്തൊരു ഉത്സവം നടക്കുന്ന സമയത്ത് ഈ പെരുന്നാള് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് രാത്രി ഒരിക്കൽ ഒരു ആത്മാവിൻ്റെ സാന്നിധ്യത്തിന് അങ്ങനെ അത് യാദർശ്യമായിട്ട് വന്ന സംഭവത്തിന് ഞാൻ കൂടുതലായിട്ട് ചെയ്തതാണ്. അല്ലാതെ ഞാൻ ഒരു സൂക്ഷ്മമായിട്ട് നമുക്ക് ശല്യമില്ലാതെ മയങ്ങി കിടക്കുന്ന ഒരു സാധനത്തിന് നമ്മൾ വിളിച്ചു വരുത്തി പണി മേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ സ്വാഭാവികമായിട്ട് പലരും പല കൊലപാതക കേസുകൾ, തെളിയാതെ കിടക്കുന്ന കേസുകളിലൊക്കെ ആവശ്യമുള്ള ഉന്നയിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇന്നാളുടെ ആത്മാവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തി ഓരോ വ്യക്തിയാണ്. ഞാനതിനെ ഒഴിഞ്ഞു മാറാറാണ് പതിവ്. അത് സാധ്യമാണോ? എല്ലാ കേസിലും സാധ്യമല്ല, ചില കേസുകളിലും മാത്രം സാധ്യം. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന, ഇപ്പൊ വാർത്താ പ്രാധാന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇത് പുറത്തു വന്നാൽ വലിയ വാർത്തയാകുന്ന ഒരു കേസിൽ ഒരാൾ എന്നോട് ഒരു സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാനതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ആ ആത്മാവിനെ കൊണ്ട് പറയിപ്പിക്കണം അവരുടെ മരണത്തിന്റെ പിന്നിലെ രഹസ്യം. അത് നമുക്ക് ഉറപ്പല്ല. കാരണം അത് പറയിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് പറയിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന്റെ അവരുടെ എന്തെങ്കിലും ഉപയോഗിച്ച ഡ്രസ്സ്, ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടണം. അതായത് അവരുടെ രക്തത്തിൽ പിറന്ന മകളുണ്ട്. അതുപോലെ അതുകൂടാതെ തന്നെ അവരുപയോഗിച്ച എന്തെങ്കിലും സംഭവങ്ങളും നമ്മൾ മൂർത്തികളുടെ അടുത്ത് ചോദിക്കുമല്ലോ, ഇത് പറയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാന്നിധ്യം നമ്മുടെ അടുത്ത് വരാൻ വേണ്ടി എന്ത് സംഭവമാണ് നമുക്ക് വേണ്ടതെന്ന് ഒരു എനർജി കൊണ്ടുവരണം അവരുടെ. അതിനുള്ള സംഭവങ്ങളൊക്കെ കിട്ടിയാൽ പരിവേഷം നടക്കാൻ പറ്റും. അപ്പൊ ഈ പലപ്പോഴും അലക്സാണ്ടർ ജേക്കബ് സാറിന്റെ ഒക്കെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ നേരത്തെ ഇതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും അബാക് മീഡിയയിലൂടെ അത് അതിഭീകരമായ വൈറലായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ അതിലൊക്കെ ഇങ്ങനെ ഇന്റർവ്യൂ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സംസാര ശൈലിയും അതെ നമുക്ക് കേട്ടിരിക്കാമല്ലോ. കേട്ടിരിക്കുന്നതിൽ ലോജിക്കില്ലായ്മ വല്ലതും തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ലോജിക്ക് ഇല്ലായ്മയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പുള്ളി പറയുന്നതൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. അതായത് എനിക്ക് ചുരുക്കം ചില ആൾക്കാരുടെ ഇന്റർവ്യൂ അവർ പറയുന്ന കാര്യമായിട്ട് എനിക്ക് ഒരു പൊരുത്തപ്പെട്ടു പോകാൻ പറ്റും. അതിലൊരാളാണ് അലക്സാണ്ടർ ജേക്കബ് സാർ. പുള്ളിയുടെ അടുത്ത് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം. നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ നമ്മുടെ ഇന്റർവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂ ഒക്കെ എന്റെ ഫോണിൽ പ്രേക്ഷകരോടാണ്. ഇതൊരു സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ഗസ്റ്റിനെ കിട്ടി ഞങ്ങൾ 20 മണിക്കൂറുകളോളം സംസാരിക്കലാണ് പതിവ്. പക്ഷെ ഇവിടെ വന്നപ്പോ ഇവിടെ അങ്ങോട്ട് പോകാൻ തോന്നുന്നില്ല. അപ്പം എന്റെ കൂടെ വന്നവൻ അവിടെ വണ്ടി നിർത്തി ഇറങ്ങിയപ്പോഴേ ചേട്ടാ മൊത്തത്തിലൊരു നെഗറ്റീവ് ആണല്ലോ. ഞാൻ പറഞ്ഞു ഇല്ലടാ നീ വാ നമുക്ക് നോക്കാം, നമുക്ക് പോസിറ്റീവ് ആകാൻ പറ്റുമോ നോക്കാം എന്ന് പറഞ്ഞു. എനർജി ആയി. അപ്പൊ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിൽ നിന്നുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു എപ്പിസോഡായിട്ടാണ് ചുരുക്കം സമയം കൊണ്ട് കാര്യങ്ങൾ സംസാരിച്ചു പോകുന്ന ഒരു ഇതായിട്ട് കണ്ടാൽ മതി. എന്തായാലും അനീഷേട്ടൻ സ്പെഷ്യലൈസ് എന്തുകൊണ്ടാണ് അനീഷേട്ടൻ ഈ പ്രണയ കേസുകൾ പിടിക്കാൻ വിചാരിച്ചു? പ്രണയം എന്ന് പറയുമ്പോഴേ അത് എന്തോ സ്വാഭാവികമായിട്ട് എൻ്റെ അടുത്ത് വരുന്നതൊക്കെ പ്രണയമാണ്. രാവിലെ ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും ഡേറ്റ് ഓഫ് ബർത്ത് ഇങ്ങനെ വന്ന് കിടക്കും. പിന്നെ അവർക്ക് ഓരോ മെസ്സേജ് അയക്കും, അവർ തിരിച്ചു വിളിക്കും. വരുന്നതൊക്കെ പ്രണയമാണ് സ്വാഭാവികമായിട്ട്. രാവിലെ ഈ 17 വയസ്സും 16 വയസ്സും ഒക്കെയുള്ള സ്കൂൾ കുട്ടികൾ വിളിക്കാറുണ്ടോ? എന്നെ വിളിക്കാറുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ സത്യമായിട്ട് ഈ എപ്പിസോഡ് ഇട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതിനോടൊപ്പം ചാനൽ നമ്പറായിട്ട് നേരത്തെ എന്റെ പേഴ്സണൽ നമ്പറാണ് പൊക്കോണ്ട് അവര് ചില കുട്ടികൾ അവർ വിളിക്കില്ല, മെസ്സേജാ സ്വാമി അല്ലെ ചേട്ടാ അല്ലെ സാറേ എനിക്കൊരു ആളെ ഇഷ്ടമാണ്, അയാളെ അടുപ്പിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും തിരിച്ചു മെസ്സേജ് അയക്കുമല്ലോ. എന്താ അറിയണം, നിങ്ങൾക്ക് ആരെ ഇഷ്ടം, അതെന്നെ പഠിപ്പിക്കുന്ന സാറിനെയാണ്. അങ്ങനെ ഇത് പറഞ്ഞപ്പോ വേറൊരു കേസ് വന്നിട്ടുണ്ട്. ഒരു ടീച്ചറും കുട്ടിയായിട്ടുള്ള ഇഷ്ടം. ടീച്ചർ വിളിച്ചു, ഗസ്റ്റ് ലെക്ചറായിട്ട് പഠിപ്പിക്കുന്ന കുട്ടി, 21 വയസ്സായ പയ്യൻ. എനിക്ക് അവനെ ഇഷ്ടമാണ്. ടീച്ചറിന് 26 വയസ്സ് വരും. അതായത് ഗസ്റ്റ് ആയിട്ട് കയറിയതല്ലേ കോളേജിൽ. ഇതൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യും? അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഈ പ്രണയം എന്ന് പറയുന്നത് ഏത് ഭാഗത്തുനിന്നും വരും. 70 വയസ്സായ അമ്മൂമ്മ വരെ വിളിക്കാറുണ്ട്. അപ്പൂപ്പന് ഇഷ്ടമാണ്, ഒരു അപ്പൂപ്പന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട്.
ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ മലയാളി വിചാരിക്കുന്നൊന്നും ഇല്ലാന്ന് ചിലർക്കത് വിചാരിക്കും. വിശ്വാസം ഞാൻ എൻ്റെ ഒരു ഇത് കണ്ടെന്ന് നോക്കിയാൽ അതിന്റെ തെളിവ് ഉൾപ്പെടെ ഉള്ളത് മാത്രമേ ഞാൻ പറയാറുള്ളൂ. ഇപ്പൊ താങ്കൾക്ക് എന്റെ ഫോണിനോട്ട് ചാറ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. അല്ല ഉറപ്പായിട്ടും ഞാനിത് വെറുതെ പറയുന്നതല്ല. അപ്പൊ ഞാൻ ആ കുട്ടിയോട് ചോദിക്കുകയാണേ, മോള് എത്ര പഠിക്കണേ? ഞാൻ +1. അതെ, ആരെയാന്ന് പറഞ്ഞ എന്നെ കെമിസ്ട്രി പഠിപ്പിക്കുന്ന സാറിനെ. സാറ് കല്യാണം കഴിച്ചില്ല. സാറ് കല്യാണം കഴിച്ചതാ. അതെ, എങ്കിലും സാറിനുമായിട്ട് പ്രണയം, ഒരിഷ്ടം. എല്ലാവർക്കും 48 വയസ്സുള്ള ഒരു കോൺട്രാക്ടർ 26 വയസ്സുള്ള ഒരു പെണ്ണിനെ പ്രണയിച്ചു. ഇദ്ദേഹത്തിന് ഫാമിലി ഉണ്ട്. ഫാമിലി അറിഞ്ഞ് പിണങ്ങിപ്പോയി. പുള്ളിക്കാരിയെ നേഴ്സായിരുന്നു. കയ്യിലെ സമ്പാദ്യങ്ങളൊക്കെ വെച്ച് കാനഡയ്ക്ക് വിട്ടു. കാനഡ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് അവിടെ ഒരു ലൈനായി, ഇദ്ദേഹത്തെ വേണ്ട. അദ്ദേഹം 2 ഫോട്ടോ എനിക്ക് അയച്ചു തരികയാണ്. ഒന്ന് നല്ല സുന്ദരനായിരിക്കുന്ന ഇദ്ദേഹവും ഇപ്പോഴത്തെ അവസ്ഥയും. കാരണം ഇപ്പൊ മാനസികമായി തകർന്ന് സമ്പത്തും പോയി. ഇദ്ദേഹം ഈ പ്രണയം വരുമ്പോ ആൾക്കാരുടെ സൗന്ദര്യം നശിക്കും. പ്രണയം വരുമ്പോഴാണോ പോകുമ്പോഴാണോ? വന്നിട്ട് പോകുമ്പോ എന്ന് പറഞ്ഞാൽ ഈ ആദ്യ പിടിച്ചേ ഇപ്പൊ 25 വയസ്സായ പെൺകുട്ടിയാണെങ്കിൽ അവള് ഒരു 35 വയസ്സായി മാറും, ഒരു മാസമൊക്കെ കൊണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ നമ്മളെ ഈ പ്രണയം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ജീവിതത്തിൽ. പ്രണയം ഇല്ലെങ്കിൽ ജീവിതത്തിൽ ഒന്നുമില്ല. ഈ പ്രണയിക്കാതെ നിൽക്കുന്ന ആളുകളോട് എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളാണ് ഏറ്റവും ഭാഗ്യവാന്മാരെന്ന്. പ്രണയിക്കാൻ നിൽക്കില്ല, പ്രണയിച്ചിട്ട് പൊട്ടി നിന്നിട്ട് പിന്നെ പ്രണയിക്കാതിരിക്കോ? ഇല്ലേ, മനസ്സിൽ പ്രണയം ഇല്ലാത്ത ഒരാൾ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വാഭാവികമായിട്ടും മനുഷ്യരായിട്ട് ജനിച്ച എല്ലാവർക്കും ഒരു പ്രണയമുണ്ട്. ചിലർക്ക് എത്ര കിട്ടിയാലും പഠിക്കത്തില്ല. അത് പഠിക്കില്ല. ഒന്ന് പൊളിഞ്ഞു, അടുത്തത് പൊളിഞ്ഞു, വീണ്ടും അടുത്തത്. അവരുടെ ജാതകത്തിൽ കൂടെ അങ്ങനെ ഒരു യോഗം ഉണ്ടാവും. അവര് ആ ജാതകത്തിനകത്ത് ഒരാളും ഇങ്ങനെ സെറ്റായി പോവില്ല, നേരെ പോവില്ല. അപ്പൊ ഈ രാഹു ഇതൊക്കെ വന്നിട്ട് വേണ്ടെന്ന് വെച്ചു കുറെ കാലത്ത്. അത് അവരുടെ മനസ്സനുവദിക്കുന്നില്ല. കാരണം ഇവർക്ക് ഒരു 10 ദിവസം അവർ ശരിയായിട്ടിരിക്കും, കുഴപ്പമില്ല, ഇനി ഈ പരിപാടിയായിട്ട് വേണ്ട, നമുക്ക് നിർത്താം എന്ന് വെച്ചാൽ വീണ്ടും വരും. അതാണ് ജാതകത്തെ പഴിച്ചാൽ മതി എന്നുള്ളത്. ജാതകം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് അതൊന്ന് നോക്കിയിട്ട് ആ വഴി നടന്നു കഴിഞ്ഞാൽ നമുക്കത് ശരിയാവും. അതായത് ജാതകം പോലെ നടക്കണമെന്നല്ല, അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, തട്ടിമുട്ടി കാര്യങ്ങൾ കൊണ്ടുപോകും. കാരണം ജാതകം പറയും പോലെ ആരും ജീവിക്കില്ല. കാരണം ജാതകത്തിൽ ഇന്ന സമയത്ത് ഇപ്പോൾ ഒരു 7 ശനി വരുന്നൊരു സമയം, ഈ സമയത്ത് സാമ്പത്തിക ഇറക്കൊന്നും ചെയ്യാൻ പാടില്ല, നിങ്ങൾ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും ഇടപെടാം, ഇത് അവർ ചെയ്യുമോ? ഈ ശനിയുടെ ഇത് വരുമ്പം ഇവരിപ്പം ഇത് മറന്നിട്ട് ചെയ്യും, അപ്പൊ കേസ് വരും. അപ്പൊ ജാതകത്തിൽ 7 ശനിയുടെ കേസൊന്നുമില്ലേ, അപ്പൊ കോടതി കയറേണ്ട യോഗം 7 ശനിയിലുണ്ട്, അപ്പൊ കോടതി കയറേണ്ട യോഗം വരും. അപ്പൊ ഇതുപോലെ ആരും ഈ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഞാൻ നോക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ അവര് കേട്ടിട്ട് പോകും. പക്ഷെ കൃത്യമായിട്ട് അങ്ങനെ ആരും ചെയ്യുന്ന ആൾക്കാരില്ല. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം സാധിക്കാൻ 5 ദിവസം ഒരു മന്ത്രം ജപിക്കാൻ പറഞ്ഞാൽ പോലും അത് പോറ്റ് ചെയ്തോ അല്ലെ സ്വാമി ചെയ്തോ എന്ന് പറയുന്ന ആളുകളാണ് ഈ നാട്ടിലുള്ളത് എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും ഞാൻ ഈ വശ്യം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വീഡിയോകൾ ചെയ്യുമ്പോൾ കമന്റ് ബോക്സിൽ വരാറുള്ള ഒരു സംഭവമാണ്, എന്തിനാണ് നിങ്ങൾ ഇത്തരക്കാരെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. അതിൽ ഞാൻ തികച്ചും വ്യത്യസ്തനാണ് അനീഷേട്ടൻ. കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എല്ലാരും അങ്ങനെ ചെയ്യാറില്ല. അല്ല മറ്റു വീഡിയോയിൽ പറയുന്നവരൊക്കെ കവളമാർഗത്തില്, പശുമാർഗത്തില് നീചകർമ്മങ്ങളും കൂടി ചെയ്യുന്നവരായിരുന്നു. അനീഷേട്ടൻ അങ്ങനെയല്ല, കൃത്യമായ ഉപാസനയോട് കൂടി ശുദ്ധകർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന അത്രയും സ്നേഹിക്കുന്നവർക്ക് മാത്രം ജെനുവിനിറ്റി ആയിട്ട് അത്രയും സ്നേഹം മനസ്സിൽ കൊണ്ടു നടന്ന് അവരെ വേണം എന്ന് മനസ്സിൽ അത്രയും ഇഷ്ടപ്പെട്ടവർക്ക് മാത്രം. അല്ലെ നാളെ എനിക്ക് അതാ അവിടെ അപ്പുറത്തോട്ട് പോകണം, അപ്പൊ എന്റെ അടുത്തൊരു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞൊന്നേ ഞാൻ എടുക്കൂല. അതുപോലെ വരുന്നുണ്ടേ വല്ല ആൾക്കാരുടെ ഭാര്യമാരെയൊക്കെ മോഹിച്ചൊക്കെ വരുന്നുണ്ട് പല കേസുകൾ. പക്ഷെ നമുക്കത് ചെയ്യാൻ പറ്റില്ല. പണ്ടൊരു ഒരു സൈക്കിക് മീഡിയയുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു ആത്മാവിന് അപ്പുറത്തെ വീട്ടിലെ വീട്ടമ്മയോട് പ്രണയം വെച്ചാൽ ആത്മാവ് ജീവിച്ചിരുന്നപ്പോ ഉണ്ടായ പ്രണയമോ അത് പൂർത്തിയാക്കാതെ പോയി. ആ വീട്ടിലാരും ജീവിക്കാൻ സമ്മതിക്കരുത്. പിന്നെ അദ്ദേഹം കർമ്മം ചെയ്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ അടുത്ത് പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അങ്ങനത്തെ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഈ ആഗ്രഹങ്ങൾ ഈ മരണപ്പെട്ടു പോയാലും ചിലപ്പോൾ ഇവരെ കൊണ്ടുപോകുന്നിരിക്കും. അത് തിരിച്ച് ഒരു ആക്സിഡന്റ് വഴിയോ അല്ലെങ്കിൽ മറ്റോ എന്തെങ്കിലും വഴിയോ ഈ പറയുന്ന ഈ ചില ആൾക്കാരുണ്ടല്ലേ, ഭാര്യ മരിക്കും ഭർത്താവ് മരിക്കും, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച് ഭാര്യ ഒരുമിച്ച് അറ്റാക്ക് വന്ന് അങ്ങനെയൊക്കെ. അത് അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാടുണ്ടല്ലോ, രണ്ടുപേരും ഒരുമിച്ച്. എന്റെ അമ്മാവൻ ഒരു വർഷം മുമ്പ് മരിച്ചു. 25 ദിവസത്തിന് ശേഷം അമ്മമ്മ മരിച്ചു. കാരണം അമ്മമ്മയ്ക്ക് മാമനെ കാണാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിൽ ആ ഒരു അറ്റാച്ച്മെന്റ് ഇത് അറിഞ്ഞിട്ടില്ല. അമ്മ വയ്യാതെ കിടക്കായിരുന്നു അമ്മമ്മ. അമ്മാവന്റെ മരണം പെട്ടെന്നുണ്ടായ മരണമാണ് അമ്മാവന്റെ മരണം. എങ്കിൽ പോലും അതുണ്ടാവും, ഉണ്ടായി എന്നുള്ളതാണ്. ഈ ചില ബാധകളൊക്കെ ക്ഷേത്രങ്ങളിൽ കൊണ്ട് ഒഴിപ്പിക്കുക അതൊരു ചടങ്ങുണ്ടല്ലോ. ഉണ്ട്. നമുക്ക് ചോറ്റാനിക്കര അമ്പലത്തിൽ ഒഴിപ്പിച്ച ഒരു കഥയുണ്ട്. അതായത് ചോറ്റാനിക്കര കീഴ്ക്കാവിൽ ചെല്ലുമ്പോൾ ഒരു മരം നിറച്ച് പാവയും ആണിയും അതൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 2 കൊല്ലത്തിന് മുമ്പായിട്ട്, അതായത് ഒരു കോവളം ഭാഗത്തു നിന്ന് ഒരു കൊച്ച്, അതായത് അതും തിരുവനന്തപുരത്ത് നിന്ന് തന്നെയാണ്. ഈ നമ്മളാരെങ്കിലും ഇങ്ങനെ തറയിലിട്ട് അടിക്കൂ? നമുക്ക് പറ്റില്ലല്ലോ. തലയിട്ട് അടിക്കാൻ നമ്മൾ തന്നെ ദേഹം മൊത്തം പൊങ്ങിയിട്ട് നമ്മൾ ചുമരിലൊന്ന് മാറി നമുക്ക് അടിക്കാൻ പറ്റില്ലല്ലോ. ഇതുപോലൊരു കേസായിട്ട് എൻ്റെ അടുത്ത് ഒരാൾ നോക്കാൻ വന്നു. ഈ പുള്ളിക്കാരിയുടെ
ദോഷം. അതായത് അവിടെ വീട്ടിൽ ഒരു പ്രശ്നമുണ്ട്. ഈ സംഭവങ്ങളെല്ലാം ഇങ്ങനെ നോക്കി ഞാൻ പറഞ്ഞ ഒരു ആഭിചാര ബന്ധൻ ഈ വീട്ടിൽ ഇരിപ്പുണ്ട്. പക്ഷേ ഈ സാധനം എവിടെയെന്ന് കണ്ടുപിടിക്കണ്ടേ? അവസാനം നോക്കി വന്നപ്പം ഈ എയർ ഹോളില്ലേ, അതിൻ്റെ മുകളിൽ പച്ചപ്പട്ടിൽ പൊതിഞ്ഞ് തകിടും സാധനങ്ങളൊക്കെ ആയിട്ട് കിട്ടി. ഈ സാധനങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ഇതൊക്കെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ്. ചിലപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ കാണുമ്പോഴൊക്കെ അവർക്ക് മനസ്സിലാവും അവരുടെ കഥയാണെന്ന് മനസ്സിലാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്തതിന് ശേഷം ഇത് തമിഴ്നാട് കൊണ്ടുപോയി നമുക്ക് സമയപുരം മാരിയമ്മൻ എന്ന് പറയുന്ന ക്ഷേത്രം കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ ഒരു അമ്പലമുണ്ട്, സമയപുരം മാരിയമ്മൻ. അതുപോലെ ശ്രീരംഗനാഥൻ, അങ്ങനത്തെ അമ്പലമുണ്ട്. അപ്പോൾ ഒരു യാത്ര നടത്തിയിട്ട് ഏർവാടി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്. മുസ്ലിങ്ങളുടെ മെയിൻ ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം അവിടെ കൊണ്ട് തീർത്തു. തുള്ളി തലയൊക്കെ അടിച്ച് സത്യം ചെയ്ത് അതങ്ങ് തീർന്നു. പക്ഷെ വേറൊരു സാധനമുണ്ട്, അത് പെട്ടെന്ന് ഒഴിയില്ല. അപ്പോൾ ഒരെണ്ണം ഈ തമിഴ്നാട് ഒരുപാട് വേപ്പിൻ്റെ മരം ഉണ്ടല്ലോ, വേപ്പ് മരങ്ങൾ. വേപ്പ് മരത്തിൽ ആണി തറച്ച് ഒരു ബന്ധനവും കൂടെ ചെയ്ത് 3 ആത്മാക്കളുടെ സാന്നിധ്യം ഉണ്ട്. പക്ഷേ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ ഇതെന്തോന്നും ഡസൻ കണക്കിന് ഒരു ശരീരത്തിൽ കയറിയിരിക്കണമെന്ന് വിചാരിക്കും. പക്ഷേ ഈ കുട്ടിക്ക് കിട്ടിയ പണിയാണ്. അത് തമിഴ്നാട് പോയിട്ട് ഈ വേപ്പ് മരത്തിൽ, അത് ആറ്റിങ്കര പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് തമിഴ്നാട് പോകുമ്പോൾ. അതൊരു മുസ്ലിം പള്ളി, ഭയങ്കരമായിട്ട് ആൾക്കാരും തീർത്ഥാടനവും ഒക്കെ ചെയ്യുന്ന ഒരു പള്ളിയാണ്. അതിൻ്റെ പരിസരത്ത് അതിനെയും ബന്ധിച്ചതിന് ശേഷം ഈ സാധനം വണ്ടിക്കകത്ത് ഇന്നോവയ്ക്കകത്ത് കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പോണില്ല. നമ്മുടെ കൂടെ വന്ന ആൾക്കാർ ഉദരവായി, അത് പ്രശ്നമായി. ഇതിനെ തലമുടിയിൽ ആണിയെടുത്ത് ബന്ധിച്ച് വെച്ച് നേരെ കൊണ്ടുപോയി ചോറ്റാനിക്കര കീഴ്ക്കാവിൽ. അവിടെ ചെന്നപ്പോൾ പോറ്റിയുടെ അടുത്ത് തിരുമേനി അടുത്ത് വെച്ചാൽ തിരുമേനി ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുപോകാം. കാരണം നമ്മൾ അവിടെ പോയിട്ടൊരു കർമ്മം നമ്മൾ അവിടെ ഇരുന്ന് ചെയ്യാൻ പാടില്ലല്ലോ, കാരണം അവരെ സ്ഥലമല്ലേ. അപ്പോൾ തിരുമേനി ഒരു കൂടെ ആരുണ്ട് വന്നിട്ടുണ്ട്, അപ്പം ഒരു കർമ്മി വന്നിട്ടുണ്ട്, ആ പുള്ളിയുടെ അടുത്ത് എന്നെ അങ്ങ് ചെയ്യാൻ പറയും. അങ്ങനെ കീഴ്ക്കാവി കൊണ്ടിട്ട് തലമുടി പിടിച്ച് ജപിച്ചപ്പോൾ സാധനം അങ്ങോട്ട് ഉടനെ ഇളവ് 21 നാണയം തലയ്ക്ക് ആണിയുമായിട്ട് വെച്ച് ജപിച്ചു കൊടുത്തു. ഈ നമ്മുടെ പൂ ഇങ്ങനെ ഇടുന്ന ഒരു ലാഘവത്തിൽ ഈ പുള്ളിക്കാരി ഇട്ട് സത്യം ചെയ്ത് ചോറ്റാനിക്കരയിൽ നിന്ന് പോയി. ചെയ്തു പോയ പോക്കിൽ പുള്ളി ഒരു കാര്യം കൂടെ പറഞ്ഞു, ഒരു അടുത്ത വർഷം ഇതേ സമയത്തിന് ഇന്ന ഒരു ഉത്സവം ഉണ്ട്, അമ്പലത്തിലൊരു ഉത്സവം, ഈ ഡേറ്റും കൊടുത്തു. ആ ഒരു ഏപ്രിൽ മാസത്തെ ഒരു ഡേറ്റ്, ആ സ്ഥലത്ത് എന്നെ കൊണ്ടുപോകരുത് എന്നൊരു ഡേറ്റും കൊടുത്തു. അത് കൊണ്ടുപോയില്ല എന്ന് വാക്കും കൊടുത്ത് ഈ സാധനം പോയി. പക്ഷേ കുട്ടിയുടെ ഒരു ബന്ധു ആ സമയത്തിന് കുട്ടിയോടെ കൊണ്ടുപോയി. അപ്പം വീണ്ടും ഈ സാധനം വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ശരിയാക്കേണ്ടി വരും. അതിനായി അറിഞ്ഞു വെച്ചോണ്ട് വീണ്ടും കൊണ്ടുപോയി. അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമോ വഴക്കോ വന്നോന്ന് മനഃപൂർവ്വം ഒരു പണി കൊടുത്തതായിരിക്കും. എത്ര വയസ്സുള്ള കുട്ടിയാ? കുട്ടിക്ക് ഒരു 27 വയസ്സ് വരും. പെൺകുട്ടിയാണ്? പെൺകുട്ടി. വിവാഹിതല്ല? വിവാഹിതല്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണമൊക്കെ നടത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചില കേസുകളൊക്കെ ഉണ്ട്. പല കേസുകളും നമുക്ക് പറയാൻ പോലും, ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അവർക്ക് മനസ്സിലാവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലുള്ള കഥകളൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ഒട്ടനവധി കഥകളുണ്ട്. എന്തായാലും പ്രണയമാണ്, അതായത് മാന്യമായ പ്രണയങ്ങൾ, അതാണ് അനീഷേട്ടൻ കൂടുതലും അറ്റൻഡ് ചെയ്യുന്നത്. അതും ആത്മാർത്ഥമായിട്ട്. പിന്നെ പ്രണയം മാത്രമല്ല, ദാമ്പത്യം. അനീഷേട്ടൻ പ്രണയിച്ച് വിവാഹം കഴിച്ച ആളാണോ? പിന്നെ ഞാൻ പ്രണയിച്ചല്ലോ. വിവാഹത്തിന് മുമ്പ് പ്രണയിച്ചു? അതെ, അതുകൊണ്ടാണ് വിവാഹം കഴിച്ചു. ഓക്കെ. അത് ഒരു മനസ്സിലൊരു പഴയ കാമുകൻ കിടക്കുന്നതുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിൻ്റെതായുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. നമുക്കറിയാമല്ലോ എന്താണ് പ്രണയിക്കുമ്പോൾ ഒരു മാനസികാവസ്ഥ എന്നൊക്കെ. അപ്പോൾ അത് നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കാം. വിരഹം ഉണ്ടായിട്ടുണ്ടോ? വിരഹം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ വിരഹമൊന്നും ഉണ്ടായിട്ടില്ല. അതെങ്ങനെ വിരഹം ഉണ്ടാവുന്ന? പുള്ളി മറ്റേ കർമ്മം ചെയ്ത് കൂടെ പിടിച്ചല്ലേ? ഓക്കെ, തമാശയായിട്ട് എടുത്താൽ മതി. തീർച്ചയായിട്ടും പറഞ്ഞ കണ്ടന്റുകൾ തമാശയല്ല, വളരെ കാര്യമായിട്ടുള്ള അനുഭവങ്ങളാണ്. എൻ്റെ ഒരു അനുഭവങ്ങളാണ്. അത് നമുക്ക് വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് എടുക്കാം, ഇല്ലാത്തവർ കേട്ടിട്ട് അതങ്ങ് കളയുക. ഓക്കെ. എന്തായാലും അനീഷേട്ടൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വിളിക്കുക. മാന്യമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം അത്തരം കാര്യങ്ങളിൽ സഹായിക്കും എന്നുള്ളതാണ്. താങ്ക് യു.